ഹായ്, ഗുഡ് ഈവനിങ് കേസ്. എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും വിശേഷ സുഖമല്ലേ? നമ്മുടെ പുതിയ ഫ്ലാറ്റിലാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഫ്ലാറ്റിൻ്റെ വിശേഷങ്ങളൊന്നും പറയാനല്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്താ പറയുക, നമ്മുടെ ലൈഫിൽ ചില ഭാഗ്യങ്ങൾ കൊണ്ടുതരുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് എൻ്റെ വീട്ടിലിരിക്കുന്ന ഒരു സാധനം. അതെന്താ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അത് ഒരലമാരയാണ് കേട്ടോ. കാരണം നമ്മുടെ സൈന്ധവി ഡിസൈൻസ് നമ്മൾ ഫസ്റ്റ് തുടങ്ങുന്ന സമയത്ത് നമുക്കത് ഓൺലൈനിലായിരുന്നു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ആ ടൈമിൽ നമുക്കിത് നമ്മളുടെ എന്താ പറയുക, നമ്മുടെ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യുമ്പം അത് സൂക്ഷിച്ച് വെക്കാൻ, ഈ തണുപ്പടിക്കാത്ത എറുമ്പും അതൊന്നും കയറാതെ സൂക്ഷിച്ച് വെക്കാൻ ഒരു അലമാര വേണമായിരുന്നു. എന്ന് വെച്ച് വീട്ടിൽ അലമാര ഉണ്ടായിരുന്നു. പക്ഷേ ആ അലമാരയിലെല്ലാം എൻ്റെയും വേദയുടെയും തനലിൻ്റെയൊക്കെ ഡ്രസ്സുകളും ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഇരുന്നതാണ്. അപ്പോൾ നമ്മൾ പുതിയ സാധനങ്ങൾ കസ്റ്റമർക്ക് കൊടുക്കേണ്ട സാധനം ഒരിക്കലും നമ്മളുടെ ഡ്രസ്സിനോടൊപ്പം വെക്കാൻ പാടില്ല. അതുകൊണ്ട് ഞങ്ങളത് പുറത്തുനിന്ന് ഒരു അലമാര മേടിക്കാമെന്ന് തീരുമാനിച്ച് പല ഷോപ്പിൽ ഞാൻ പോയി. കുറേ ഷോപ്പിലൊക്കെ പോയപ്പോൾ ഒന്നും എനിക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒരു ക്യൂട്ട്നെസ് എനിക്ക് ഫീൽ ചെയ്തില്ല. അങ്ങനെ ഞങ്ങൾ വാഴക്കാലയിലൊരു ആ ഷോപ്പിൻ്റെ പേര് ഞാൻ മറന്നുപോയി. വാഴക്കാല ഒരു കടയിൽ പോയി. ആ കടയിൽ പോയപ്പോഴാണ് ഞങ്ങൾ ആ ഒരു അലമാര കാണുന്നത്. പക്ഷേ എനിക്ക് ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിന് ഞാൻ ചേട്ടൻ എത്ര വിലയെന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞ് ഇതിന് 7500 പറഞ്ഞു. അപ്പം ഞാനത് പറഞ്ഞു, ശരി നമുക്കിത് മതി, അടിപൊളിയാണ്, ഞാൻ അലമാര എനിക്കൊന്ന് കാണിച്ചു തരാം, കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ക്യൂട്ട്നെസ് സൈന്ധവി ഡിസൈൻസ്. ഫസ്റ്റ് ഞാൻ എൻ്റെ ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന എൻ്റെ കുഞ്ഞിക്കട ഇതായിരുന്നു. അവിടെ നിന്നാണ് നമ്മളുടെ ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത്. ഈ ഒരു കുഞ്ഞ് അലമാര ഷോപ്പിൽ നിന്നാണ് നമ്മളൊരു ചെറിയ ഷോപ്പിലേക്ക് പോയിരിക്കുന്നത്. അപ്പം ആ ഒരു ചേഞ്ചിൽ നമ്മൾ ഈ ഒരു സാധനം അന്ന് നമുക്ക് ഷോപ്പിൽ വെക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഷോപ്പിൽ നമുക്ക് വളരെ ചെറിയൊരു ഷോപ്പാണ്. അതുകൊണ്ട് ഈ ഒരു അലമാര അവിടെ സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളിത് വീട്ടിൽ തന്നെ സൂക്ഷിച്ചു. പൊന്നു പോലെയാണ് ഞങ്ങളിത് കൊണ്ടു നടക്കുന്നത്. കാരണം വീട്ടിൽ വരുന്ന എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, ഇത് ഇവിടുന്ന് മേടിച്ചാണ്, നല്ല ഭംഗിയെ കാണാനെന്നും. പ്രത്യേക ഒരു ഐശ്വര്യമാണ് അതിരിക്കുന്നത് കാണാൻ തന്നെ. നമുക്ക് എന്താ പറയുക, ഐശ്വര്യം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. നമുക്ക് ഓരോ വസ്തുക്കൾ കാണുമ്പോൾ തോന്നുന്നൊരു സൗന്ദര്യം അതിൽ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അന്നേരം ഫസ്റ്റ് സൈന്ധവിയാണത് നമ്മളുടെ. അങ്ങനെ നമ്മൾ അവിടെ തുടങ്ങിയാണ് നമ്മൾ ഷോപ്പിൽ വരെ എത്തിയത്. ഇപ്പം ഞാനിത് പറയാൻ കാരണം, ഞങ്ങൾ കോഴിക്കോട് ഉടനെ തന്നെ പുതിയൊരു ഷോപ്പ് തുടങ്ങുന്നുണ്ട്. അന്നേരം അവിടെ ഇത് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇവിടുന്ന് അങ്ങ് വരെ അത് എത്തുമോയെന്ന് എനിക്കറിയില്ല. അപ്പം കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഞങ്ങളിത് തന്നെ ആ ഷോപ്പിൽ കൊണ്ടുപോയി വെക്കും. നമ്മുടെ സൈന്ധവി ഓൺലൈൻ തുടങ്ങിയ നമുക്ക് ലൈഫിൽ നിന്ന് മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണത്. ജീവിതത്തിൽ എന്നും ഞാനത് പൊടിയടിച്ച് വൃത്തിയാക്കി സൂക്ഷിക്കുന്നൊരു സാധനമാണ്. ഇതാണെന്ന് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. നമ്മുടെ ജീവിതത്തിൽ ചില സാധനങ്ങൾ നമ്മളെപ്പോഴും പൊന്നുപോലെ സൂക്ഷിക്കും. അത് നമ്മുടെ ലൈഫ് അങ്ങേ അറ്റം വരെ നമ്മുടെ കൂടെ നിൽക്കും എന്നാണ് എൻ്റെ വിശ്വാസം. വേറെ എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പൊഴിഞ്ഞു പോകും. പക്ഷേ ഇതൊക്കെ നമ്മുടെ ലൈഫ് ലോങ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. നമ്മൾ സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും. എന്നും പൊടിയടിച്ച് തൂത്തും തുടച്ചൊക്കെയാണ് ഞാൻ വെച്ചേക്കുന്നത്. പക്ഷേ എന്തോ ഒരു ക്യൂട്ട്നെസ്സാണ്. നല്ല ഭംഗിയാണ് കാണാൻ, അലമാര കാണാനും. അപ്പം ഇതാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ഇനിയും ഏതെങ്കിലുമൊക്കെ അപ്ഡേഷൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരാം. അപ്പോൾ എല്ലാവരും ഗുഡ് നൈറ്റ്, സന്തോഷമായിട്ട്. വീക്കെൻഡാണ്, എല്ലാവരും അടിച്ചു പൊളിച്ച് സന്തോഷമായിട്ടിരിക്കും. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.